എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സാറിനാണ്. കുറേ കാലമായി ആക്ച്വലി ഞാൻ ലൈവിൽ വന്നിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ലൈവ് വന്നത് നമ്മൾ ഈജിപ്തിൽ ഞങ്ങൾ എത്തി. ഈജിപ്തിന്റെ വിശേഷങ്ങൾ ഞാൻ പതുക്കെ ഓരോരുത്തരുമായിട്ട് പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേജിലിടാം എന്ന് പറഞ്ഞു വന്ന ലൈവാണ് ലാസ്റ്റ് ലൈവ്. അങ്ങനത്തെ ലൈവ് അല്ലാതെ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഒരു ഇന്ററാക്ഷൻ ലൈവ് കുറേ കാലമായി വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞു, പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ വീട്ടിലേക്ക് പോണതിൻ്റെ മുമ്പേ കുറച്ച് നേരം, ഇവിടെ ഇപ്പോൾ 7 മണിയാവുന്നേ ഉള്ളൂ, നമ്മുടെ നാട്ടിലിപ്പോൾ 8:20 അപ്പോൾ കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ ഇരിക്കാം. ലൈവായിട്ട് ഇന്ന് കുറച്ച് സംശയങ്ങൾ നിങ്ങൾക്ക് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള, കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ഡയറക്റ്റായിട്ട് കേൾക്കാം. എനിക്കറിയുന്നതാണെങ്കിൽ അതിനുള്ള ഉത്തരം തരാം. കുറേ ആയി, ഞാൻ മുമ്പ് സ്ഥിരമായിട്ട് ചെയ്തിരുന്നതാ. ഇപ്പൊ തിരക്കുകളൊക്കെ പതുക്കെ കൂടിയതുകൊണ്ട് ഇപ്പൊ പറ്റാറില്ല. പണ്ട് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാനിങ്ങനെ ലൈവിൽ വന്നിട്ട് ലൈവായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഒരു സെഷൻസ് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഹായ് മജീദ്, ദിനേശൻ, അഖിൽ, ജെറോം, ഹായ് എല്ലാവർക്കും ഹായ്. സുഖമായിരിക്കുന്നില്ല എല്ലാവരും? ഇപ്പൊ നിങ്ങൾ എവിടെയാ ചോദിക്കുന്നുണ്ട് മജീദ്? ഞാനിപ്പോൾ ഷാർജയിൽ, എന്റെ ആശുപത്രിയിൽ, എന്റെ കൺസൾട്ടേഷൻ റൂമിൽ. ഹായ് രാഘവൻ, ഹായ് മേഘ, ഹായ് ഷൈൻ, പ്രശാന്ത്. സൈമൺ പറയുന്നുണ്ട് മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇന്ന് കാണാൻ കൊള്ളാമെന്ന്. ഓക്കെ, താങ്ക് യു. നല്ല കോംപ്ലിമെന്റ് ആണല്ലോ, കേൾക്കാൻ ഇഷ്ടമുള്ള കോംപ്ലിമെന്റ് അല്ലേ? യാ, പറയൂ. രജാങ്ക്, ഹാരിസ്, കാസിം, എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷൻ എന്ന് പറയുന്നത് ലൈവായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചിറ്റ്ചാറ്റാണ്. മെയിനായിട്ട് നമ്മൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈവായിട്ട് നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ കേട്ട് അതിന് ലൈവായിട്ട് തന്നെ ഉത്തരം പറയാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇന്നത്തെ ലൈവ് ഞാൻ ഇപ്പോൾ തുടങ്ങിയത് കേട്ടോ. എല്ലാവർക്കും ഹായ്. അപ്പോൾ പതുക്കെ നമുക്ക് സംസാരം തുടങ്ങാം അല്ലേ? ഹൈ മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് ഹൈയിൽ മാത്രം നിൽക്കും ലൈവ്. നമുക്കൊരു ഹാഫ് ആൻ അവർ ആണ് ടൈം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ, കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ തരാം. ഓക്കെ, വേറെന്താണ്? ഹായ് ഷൈബ, ഹായ് ജോസ്, ഹായ് ശാന്തി, ഹായ് ജയൻ. ഹായ് ഹംസ, ഹായ് ഫൈസൽ. യെസ്, അപ്പൊ സംശയങ്ങൾ പോരട്ടെ. ഇനി പാലക്കാട്ടേക്ക് ഇനിയിപ്പോൾ നമ്മുടെ ആനുവൽ ലീവ് ഒക്കെ എനിക്ക് വരിക ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിൽ നാട്ടിലേക്ക് വരും. ഓഗസ്റ്റിൽ നാട്ടിൽ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ ഒക്കെ നിങ്ങൾ എന്തായാലും ഞാൻ അറിയിക്കാം. നാട്ടിൽ വരുമ്പോൾ എന്തായാലും എല്ലാവരെയും അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്ലാൻ ടു കേരള ഓഗസ്റ്റിലാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് യാത്രകളൊക്കെ ഉണ്ട്. എന്തായാലും യാത്രകൾ നടത്തുമ്പോൾ എന്തായാലും നിങ്ങളെ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അറിയിക്കാറുണ്ടല്ലോ. ഹായ്. ഷാർജയിൽ ചൂട് കുഴപ്പമൊന്നുമില്ല, സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ഇതാണോ സംശയം? ഞാൻ മെഡിക്കൽ സംബന്ധമായ വിഷയങ്ങളിലെ സംശയം എന്ന് പറഞ്ഞിരുന്നേ. ചുമയ്ക്കുമ്പോൾ ഇടയ്ക്ക് മൂക്കിൽ കൂടി ചോര വരാറുണ്ട് എന്ന് പറയുന്നു ഫ്രാൻസിസ്. നോക്കൂ, നമുക്ക് സാധാരണ രീതിയിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, പ്രധാനപ്പെട്ട അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൽ തുടങ്ങി നമ്മുടെ ട്രക്കിയ അവസാനിക്കുന്ന വരെയാണ്. അപ്പൊ സാധാരണ രീതിയിൽ ഈ മൂക്കിന്റെ പിൻഭാഗത്ത് തൊണ്ടയിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻസിൽ ചിലപ്പോൾ മൂക്കിൽ കൂടി ബ്ലഡ് വരാറുണ്ട്. അതിന് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ചിലപ്പോൾ നമുക്ക് മൂക്കിൽ ചില പോളിപ്പ് എന്ന് പറയുന്ന ദശ വളരുന്ന അസുഖം, അതിലൊക്കെ നമുക്ക് എപ്പിസ്റ്റാക്സിസ് അല്ലെങ്കിൽ മൂക്കിൽ കൂടെയുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാം. പക്ഷേ ചില ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിലും ഈവൻ ചില സന്ദർഭങ്ങളിൽ ബ്ലഡ് ക്യാൻസറിൽ വരെ ഇങ്ങനെ മൂക്കിൽ കൂടെയുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാം. അപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് വെച്ചിരിക്കരുത്. അത് ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം, ചിലപ്പോൾ ചില സീരിയസ് പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ENT ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. നിങ്ങളുടെ ബ്ലീഡിംഗ് പ്രൊഫൈൽ നോക്കണം. ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം, പ്രോത്രോംബിൻ ടൈം, INR, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഹീമോഗ്ലോബിൻ, ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാം നോക്കി അതൊക്കെ നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ ENT ഡോക്ടർ മൂക്കിന്റെ ഉൾഭാഗത്ത് നോക്കും. എന്തെങ്കിലും ദശയോ അങ്ങനെ എന്തെങ്കിലും വളരുന്നുണ്ടോ എന്ന് നോക്കും. അതെല്ലാം നോക്കി ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്രശ്നമില്ലാത്ത മൂക്കിൽ കൂടെയുള്ള ബ്ലീഡിംഗ് ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. പ്രമേഹ രോഗികൾക്ക് രാവിലെ വായിൽ കയ്പ് രുചി അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള വഴിയില്ല. നമുക്ക് ചിലപ്പോൾ ഗ്ലൂക്കോസ് ഒക്കെ കുറഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോൾ വായിൽ ചില രുചി വ്യത്യാസമൊക്കെ ഉണ്ടാവാം കേട്ടോ. കഞ്ചനറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഡിറ്റക്ട് ചെയ്തു. 3 വയസ്സ് വരെ മെഡിക്കേഷൻ ചെയ്യുകയും അതിനുശേഷം മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് മോണിറ്റർ ചെയ്ത് നോർമലായി. ദെൻ ഡോക്ടർ പറഞ്ഞു മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം.
കാർത്തിക, അത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക കാലയളവിൽ അത് തൈറോയ്ഡ് നോർമൽ ആണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക തന്നെ വേണം. ഒറ്റ തവണ നോർമലായി എന്ന് പറഞ്ഞ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക കാലയളവിൽ ഇടയ്ക്ക് തൈറോയ്ഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യൂറിൻ പാസ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. സുബൈർ, അത് ഓരോരുത്തരുടെ വയസ്സിനനുസരിച്ചിട്ടിരിക്കും. ചിലപ്പോൾ വയസ്സായ, അതായത് ഒരു 50 വയസ്സിലൊക്കെ മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, നമ്മുടെ യൂറിനറി ബ്ലാഡറിന്റെ അവിടെയുള്ള ഒരു ഗ്രന്ഥിയാണ്. അത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ ഗ്രന്ഥി വലുതാവുന്നത് വയസ്സാവും തോറും ആ ഗ്രന്ഥി വലുപ്പം വെക്കും. ആ ഗ്രന്ഥി വലുപ്പം വെക്കുന്നതിനനുസരിച്ച് മൂത്രം പോവാൻ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു യൂറോളജിസ്റ്റിനെ, ന്യൂറോ അല്ല URO യൂറോളജിസ്റ്റിനെ കൊണ്ടുപോയി ഒന്ന് കാണിക്കണം കേട്ടോ. അപ്പൊ അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പമൊക്കെ ഒന്ന് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വെയിറ്റ് കുറയ്ക്കാൻ എന്താ ചെയ്യുക? പ്രദീപ്, പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ഡയറ്റും നല്ല വർക്കൗട്ടും ഉണ്ടെങ്കിൽ വെയിറ്റ് ഒക്കെ സുഖമായിട്ട് കുറയും കേട്ടോ. മൈഗ്രെയിൻ വരുമ്പോൾ മൂക്കിൽ കൂടി ബ്ലഡ് വരുന്നുണ്ട്. നോർമലി അങ്ങനെ മൈഗ്രെയിനും മൂക്കിൽ കൂടി ബ്ലീഡിങ്ങും തമ്മിൽ ഒരു ബന്ധമുള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ. മൂക്കിൽ കൂടി ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ദയവ് ചെയ്തിട്ട് നോക്കണം കേട്ടോ. യെസ്, പിന്നെന്താണ്, മൈഗ്രെയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. യൂറിക് ആസിഡ് മാറ്റാൻ ആയുർവേദം മരുന്ന്. ഞാനൊരു ആയുർവേദ ഡോക്ടർ അല്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ അറിവ്. അതിന് ആയുർവേദ മരുന്നും ഹോമിയോ കൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളത് ആ ഡോക്ടർമാരോട് ചോദിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. മൈഗ്രെയിനും ബ്ലീഡിങ്ങും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വെയിലടിക്കുമ്പോൾ തലവേദന വരുന്നു എന്നുള്ളത് അതിപ്പോൾ ലോകത്തെ എല്ലാവർക്കും വരുന്നതാണ്. വെയിൽ കുറെ കൊണ്ടുകഴിഞ്ഞാൽ തലവേദന വരും. അപ്പോൾ വെയിൽ അധികം കൊള്ളാതിരിക്കാൻ കുട ചൂടി നടക്കുക കേട്ടോ. ആക്കാൻ വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, സാരമില്ല. ഇമ്മീഡിയറ്റ്ലി നെഞ്ചിലെ കഫം മാറാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഇമ്മീഡിയറ്റ്ലി സാമേ മാറുമോ? അപ്പൊ നെഞ്ചിൽ കഫം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്താലല്ലേ മാറൂ. സ്മെല്ല് ശരിയായിട്ട് കിട്ടുന്നില്ല എന്ന് സലീം പറയുന്നു. നോക്കൂ, സ്മെല്ല് ശരിയായിട്ട് അനോസ്മിയ അല്ലെങ്കിൽ പെരോസ്മിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷന് പല കാരണങ്ങളുണ്ട്. അത് നിങ്ങളൊരു ENT ഡോക്ടറെ പോയി കാണണം കേട്ടോ. അത് ഇന്നത് കൊണ്ടാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അനോസ്മിയ ഉണ്ടാവാൻ ധാരാളം കാരണങ്ങളുണ്ട്. അപ്പൊ അത് മൂക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചികിത്സിക്കേണ്ടതാണ് കേട്ടോ. പനി കൂടുമ്പോൾ അപസ്മാരം. നോക്കൂ, കുട്ടികളിൽ പനി കൂടുമ്പോൾ അപസ്മാരം വരുന്നത് വളരെ കോമൺ ആണ്. അത് കൂടുതലായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് വളരെ നീണ്ടു നിൽക്കുന്ന അപസ്മാരം വരിക, പനി വന്ന് 24 മണിക്കൂറിന് ശേഷം അപസ്മാരം വരിക, മൾട്ടിപ്പിൾ ടൈംസ് അപസ്മാരം വരിക, 10 മിനിറ്റിൽ കൂടുതൽ അപസ്മാരം വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അപസ്മാര രോഗമാവാനുള്ള സാധ്യത കുട്ടികളിൽ കൂടുതലാണ്. അങ്ങനെയുള്ള കുട്ടികളിൽ EEG ടെസ്റ്റും അതുപോലെ തന്നെ തലയുടെ സ്കാനും ഒക്കെ വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ. പിന്നെന്താണ്, ഞാൻ മൈഗ്രെയിൻ്റെ ബ്ലീഡിങ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ തലവേദന വരുമോ? വളരെ ദുർലഭമായിട്ടേ കാണാറുള്ളൂ. അങ്ങനെ കൊളസ്ട്രോളിന്റെ ഒരു ലക്ഷണമായി തലവേദന സാധാരണ രീതിയിൽ കാണാറില്ല. അപ്പൊ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിനെ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് പല കാരണങ്ങളുണ്ട്. അത് മൂക്കിലുള്ള പ്രശ്നങ്ങളാവാം, വേറെ ബ്ലഡിലുള്ള പ്രശ്നങ്ങളാവാം. അപ്പൊ അതെന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഒരു ENT ഡോക്ടറെയോ കാണണം. മൂക്കിന്റെ ഉൾഭാഗം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യണം. സൈമൺ പറഞ്ഞു ആക്കാൻ വേണ്ടി ചോദിച്ചതല്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ സോറി കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, തമാശയ്ക്ക് പറഞ്ഞതാ. നോക്കൂ, നമുക്ക് വെയിൽ കൊണ്ടുപോയ തലവേദന ഡെഫിനറ്റ്ലി വരും. നമുക്ക് വെയിൽ കൂടുതൽ സമയം കൊള്ളുന്നത് ഒരിക്കലും നല്ലതല്ല. അത് നമ്മുടെ തലയ്ക്ക് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനും ഒന്നും നല്ലതല്ല. അപ്പൊ ഞാനും തമാശയ്ക്ക് പറഞ്ഞതല്ല. ഒരു വെയിൽ നേരിട്ട് അടിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈമൺ കേട്ടോ. നാക്കിന്റെ അടിഭാഗത്ത് കുഞ്ഞൻ കുമിളയുണ്ട്. അത് 2 മാസം ആകുമ്പോൾ പൊട്ടിപ്പോകും. നോർമലി അത് ചെറിയ ചെറിയ സിസ്റ്റുകളാവാനുള്ള റിട്ടൻഷൻ സിസ്റ്റുകൾ എന്ന് പറയും. റിട്ടൻഷൻ സിസ്റ്റുകൾ അതാവാനുള്ള സാധ്യതയാണ്. നോർമൽ രീതിയിൽ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. പക്ഷെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നത്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഡോക്ടറെ കാണിക്കണം എന്ന് പറയണമെന്ന് അറിയോ? പലപ്പോഴും ഇങ്ങനെയുള്ളത് ചിലപ്പോൾ വളരെ റെയറായിട്ടെങ്കിലും ചില ക്യാൻസറിന്റെ ഒക്കെ തുടക്കമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ബയോപ്സി ഒക്കെ എടുത്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ഈ വായിൽ പുണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്ന പലതും വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ. എങ്കിൽ പോലും അത് പിന്നീട് പല പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും 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 വരുന്ന പ്രശ്നങ്ങൾ, കുമിളകൾ ഉണ്ടെങ്കിൽ അധികം അത് റിട്ടൻഷൻ സിസ്റ്റം ആവാനുള്ള സാധ്യതയാണ്. അതൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടാവാറില്ല. ബട്ട് സ്റ്റിൽ അതൊരു ഡോക്ടർ കൺഫേം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.
മൂത്രം ഒഴിച്ചതിന് ശേഷം ടോയ്ലറ്റിൽ പത പോലെ. നോക്കൂ അജിത് കുമാർ, ഡെഫിനറ്റ്ലി അതൊരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. മൂത്രത്തിൽ കൂടുതലായിട്ട് പതയുണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻ കൂടുതലായിട്ട് ഉണ്ടെന്ന് അർത്ഥം. അതായത് പ്രോട്ടീൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു എന്നതാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് ദയവേത് അതൊരു ഡോക്ടറെ കാണിച്ച് മൂത്രം ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. തൈറോയ്ഡ് ഗുളിക കഴിച്ചതിന് ശേഷം എപ്പോൾ ചായ കുടിക്കാം? തൈറോയ്ഡ് ഗുളിക നമ്മൾ രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം. ബാക്ക് പെയിൻ വരുന്നതിന്റെ കാരണം ധാരാളം കാരണങ്ങളുണ്ട് അബ്രഹാം. നമ്മുടെ മസിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം, നമ്മുടെ ബോണിന്റെ, നമ്മുടെ നട്ടലിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അപ്പൊ ഒരു കാരണമൊന്നുമല്ല, ബാക്ക് പെയിൻ വരാൻ ധാരാളം കാരണങ്ങളുണ്ട്. അത് മസിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, നമ്മുടെ നട്ടലിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, ഇവൺ ന്യൂറാൾജിയ, അതായത് നമ്മുടെ നെർവ്, നമ്മുടെ ധമനികൾ, നാഡികളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അപ്പൊ ഇതെന്താണെന്ന് കണ്ടെത്തി അതിന്റെ ചികിത്സയാണ് എടുക്കേണ്ടത് കേട്ടോ. എപ്പോഴും തലവേദനയാണെന്ന് പറയുന്നുണ്ട്. നോക്കൂ, അതെല്ലാം കൊണ്ടുപോയി ഒന്ന് കാണിക്കണം. കാര്യം എല്ലാ തലവേദനകളും നമ്മൾ സിമ്പിളായിട്ട് എടുക്കുന്നത് ശരിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറിയ ശതമാനമാണെങ്കിലും, ഇവൻ നിങ്ങൾക്ക് തലയിൽ ട്യൂമർ ഉണ്ടെങ്കിലും, ബ്രെയിൻ ട്യൂമർ, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ സ്റ്റിൽ 1000 തലവേദനകൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു കേസിനായിരിക്കും ബ്രെയിൻ ട്യൂമർ കാരണവും തലവേദന വരാം. പക്ഷേ ആ തലവേദന എപ്പോഴും വിട്ടുമാറാത്ത തലവേദന ആയിരിക്കും, മരുന്ന് കഴിച്ചാൽ കുറയില്ല. അതിന്റെ കൂടെ നോർമൽ രീതിയിൽ ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ, നോസിയ, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ കാഴ്ചയ്ക്ക് മങ്ങലുകൾ ഉണ്ടാവാറുണ്ട്, അപസ്മാരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിട്ടുമാറാത്ത തലവേദന ഡെഫിനറ്റ്ലി നിങ്ങൾ കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കണം കേട്ടോ. ഷറഫ് ചോദിക്കുന്നുണ്ട്, സരിൻ വയനാട് നിൽക്കുന്നുണ്ടോ? അത് സരിന്റെ അടുത്ത് പോയി ചോദിക്കൂ ഷറഫു. സരിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസർ അല്ല ഞാൻ, എന്റെ ജോലി അതല്ല കേട്ടോ ഷറഫ്. അപ്പോ ഇത് ചോദിക്കേണ്ട ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കൂ, അപ്പൊ നല്ല ഉത്തരം കിട്ടും കേട്ടോ. അലർജിക്ക് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്? നോക്കൂ, അലർജിക്ക് നിങ്ങൾക്ക് ഒരു ഫിസിഷ്യനെ കാണാം, അല്ലെങ്കിൽ ഒരു പൾമണോളജിസ്റ്റ്, അതായത് ഒരു ചെസ്റ്റ് ഫിസിഷ്യൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നെഞ്ചിന്റെ ഡോക്ടർ, പൾമണോളജി ഡോക്ടറെ വേണമെങ്കിലും കാണാം കേട്ടോ. ഇപ്പോൾ അതല്ലാതെ അലർജി സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ആക്ച്വലി അലർജി, ഇമ്മ്യൂണോളജി, അലർജി സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർമാരും ഉണ്ട്. എന്റെ കുട്ടിക്ക് 2 വയസ്സായി, 7 കിലോ തൂക്കമേ ഉള്ളൂ. അയ്യോ അജീഷെ, 7 കിലോ തൂക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസമുള്ള കുട്ടിയുടെ തൂക്കാണ്. പല്ലുകൾ വന്നിട്ടില്ല. അയ്യോ, ദയവ് ചെയ്തിട്ട് എത്രയും വേഗം തന്നെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കൂ. നോക്കൂ, 2 വയസ്സുള്ള കുട്ടിക്ക് 12 കിലോ വേണം മിനിമം. 7 കിലോ എന്ന് പറയുന്നത് 6 മാസമുള്ള കുട്ടിയുടെ വെയിറ്റ് ആണ്. പല്ല് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് സംതിങ് സീരിയസ്. ഓക്കെ, അപ്പൊ അത് വെച്ചിരിക്കല്ലേ പ്ലീസ്. അപ്പോൾ ഡെഫിനറ്റ്ലി പോയിട്ട് ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. നല്ലൊരു പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയി കാണിക്കൂ കേട്ടോ. അറ്റാക്ക് വന്ന് സ്റ്റെന്റ് ഇട്ട ഒരാൾ എത്ര വർഷത്തിന് ശേഷം? നോക്കൂ, അറ്റാക്ക് വന്ന് സ്റ്റെന്റ് ഇട്ട ഒരാൾ വലിയ ഭാരിച്ച ജോലികൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അത് അവരോട് ഇപ്പൊ നമ്മൾ സ്റ്റെന്റ് ഇട്ടു പറഞ്ഞാൽ എവിടെ, ഏത് ധമനിയിലാണ് ബ്ലോക്ക്, എത്ര ബ്ലോക്ക്, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നോക്കിയാണ് അവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് ദേഹാധ്വാനം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഡോക്ടർ പറയുക. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല, അത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. പക്ഷെ ജനറലി അങ്ങനെയുള്ള രോഗികൾ വലിയ ദേഹാധ്വാനമുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. നോക്കൂ, റെഡ് മീറ്റ് ഒഴിവാക്കുക. ഇപ്പൊ നമ്മുടെ മട്ടൺ, ബീഫ് പോലെയുള്ള റെഡ് മീറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ കക്ക ഇറച്ചി, അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, ഈ ഷെൽ ഫിഷുകൾ, അങ്ങനത്തെ ഇറച്ചികളും കാര്യങ്ങളും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇതിലൊക്കെ വലിയ രീതിയിൽ യൂറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. യൂറിക് ആസിഡിന്റെ ഏത് ഡയറ്റ് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ. അത് HP കൗണ്ട് കൂടുതലാണ്. നോക്കൂ മധുകുമാർ, HP കുറയുന്നതിന് അനീമിയ എന്ന് പറയും. HP ഒരു പരിധി വിട്ട് കൂടുന്നതും അസുഖമാണ്. അതിന്റെ പേരാണ് പോളിസൈത്തീമിയ. അപ്പോൾ അത് എത്ര അളവ് വരെയാണ് എന്നുള്ളതിനൊക്കെ കണക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് HB കൗണ്ട് കൂടുതലാണ് എന്നൊരു ഡോക്ടർ പറഞ്ഞ് അത് പോളിസൈത്തീമിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ വേറെയാണ് കേട്ടോ. അപ്പൊ അതൊരു ഡോക്ടറെ കണ്ടാണ് അതിന്റെ ചികിത്സ നമ്മൾ തീരുമാനിക്കുന്നത്. എപ്പോഴും തുമ്മൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അലർജി കൊണ്ടായിരിക്കാം. അപ്പൊ അത് ഡോക്ടറെ കണ്ടാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. ഡോക്ടറെ ചെവിയിൽ ഞാൻ എപ്പോഴും ബഡ്സ് ഇടും. ഒരിക്കലും ചെയ്യാൻ പാടില്ല ഷിജോ. ഒരു കാരണവശാലും ചെവിയുടെ ഉൾഭാഗത്തേക്ക് ബഡ്സ് പോലെയുള്ള ഒരു സംഗതികളും ഇടരുത്. പലരും ചെവി ക്ലീൻ ചെയ്യാൻ എന്ന് പറഞ്ഞ്, ചെവിയിലെ വാക്സ് റിമൂവ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ബഡും അതുപോലെ ചെപ്പിത്തോണ്ടി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇടാറുണ്ട്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങളുടെ ചെവിക്ക് പെർമനന്റ് ആയിട്ടുള്ള, നിങ്ങളുടെ കർണ പടത്തിന് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ. ഓക്കെ,
പൈൽസിന്റെ ഇഷ്യൂ ഉണ്ട്. നോക്കൂ, പൈൽസിന്റെ ഇഷ്യൂ എല്ലാം നോക്കുന്നത് സർജൻ ഡോക്ടറെ പോയി കാണിക്കേണ്ടതാണ്. ഇന്ന് വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ള ഒരു സംഭവമാണ് പൈൽസ്. അപ്പൊ അത് വെച്ച് പലരും നാണക്കേട് കൊണ്ടൊക്കെ കൊണ്ടേ കാണിക്കുക. ഇതിൽ നാണം കെടാനൊന്നും പ്രശ്നമില്ല. ഏതൊരു അസുഖത്തെയും പോലെ തന്നെ പൈൽസും ഹെമറോയിഡ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. അതിന് ഇന്ന് വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. നെഞ്ചരിച്ചിൽ ശാശ്വതമായി മാറാൻ എന്താണ് ചെയ്യേണ്ടത്? നോക്കൂ, നെഞ്ചരിച്ചിൽ ശാശ്വതമായി മാറാൻ ധാരാളം, നെഞ്ചരിച്ചിൽ എന്ന് പറയുന്നത് എല്ലാവരും ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാറുണ്ട്. നോക്കൂ, എല്ലാവരുടെയും ഗ്യാസ് ഒരുപോലെയല്ല. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഗ്യാസ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതിന്റെ കാരണം മനസ്സിലാക്കി ചികിത്സിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഗ്യാസിനുള്ള റാൻടാക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലെയും നെഞ്ചരിച്ചിൽ മാറില്ല കേട്ടോ. ഓക്കെ, തുടയുടെ ഭാഗത്തായിട്ട് വലത് കാൽ പെട്ടെന്ന് പിടിക്കുകയും അത് ഷാജി എനിക്ക് മനസ്സിലായിടത്തോളം അത് മസിൽ സ്പാസമാണ്. അത് പലപ്പോഴും അത് മഗ്നീഷ്യം, കാൽഷ്യം മുതലുള്ള ധാതു ലവണങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാവാറുള്ളതാണ്. അപ്പൊ അങ്ങനെ മസിൽ കോച്ചി പിടിക്കുന്നത് വിട്ടുമാറാതെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് വൈറ്റമിൻ ഡിയും കാൽഷ്യവും മഗ്നീഷ്യവും ഒക്കെ ടെസ്റ്റ് ചെയ്യണം. അത് എന്താണ് കാരണമെന്ന് കണ്ടെത്തി അതിന്റെ മരുന്ന് കഴിക്കേണ്ടതാണ് കേട്ടോ. യൂറിക് ആസിഡിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു ബോബി. നിയാസ് മുതുകാട്, സരിൻ വീണ്ടും നിലമ്പൂരിൽ വരുമോ? നിയാസ്, ഞാൻ കുറച്ചു മുമ്പ് ഷറഫൂനൊരു ഉത്തരം കൊടുത്തിരുന്നു. അതേ ഉത്തരം തന്നെയാണ് നിയാസിന്, അതുപോലെ തന്നെ ബാബു, സലീം എന്നീ ആളുകൾക്കൊക്കെ കൊടുക്കാനുള്ളത്. ഓക്കെ, പോയി പണി നോക്കടോ. പിന്നെന്താണ്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ പൊസിഷണൽ വെർട്ടിഗോ റിയർ ബാലൻസ്? നോക്കൂ അഷ്റഫ്, ഈ വെർട്ടൈഗോ എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ബാലൻസിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതിന് ഇന്ന് ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ, അത് ബാലൻസ് ചെയ്യാനുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ എക്സസൈസുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ENT ഡോക്ടറെ കണ്ട് അതിന്റെ മരുന്നും എക്സസൈസും പഠിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വെർട്ടൈഗോ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. മകന് 3 വയസ്സ് കഴിഞ്ഞു, നന്നായി സംസാരിക്കുമായിരുന്നു. ഇപ്പോ സംസാരം നോക്കൂ, ഡെഫിനറ്റ്ലി എല്ലാം ചെയ്തുകൊണ്ടിരുന്ന കുട്ടി പലതും ചെയ്യുന്നത്, അതായത് അതിന് റിഗ്രഷൻ എന്നാണ് പറയുക. അതായത് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് പതുക്കെ അത് ചെയ്യാതെ വരിക. ദാറ്റ് ഈസ് വെരി സീരിയസ്. അത് നമ്മൾ അവഗണിക്കേണ്ട ഒരു കാര്യമല്ല. റിഗ്രഷൻ ഓഫ് മൈൽ സ്റ്റോൺസ് എന്നാണ് അത് പറയുക. അങ്ങനെ റിഗ്രഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കണം. അതിന്റെ കാരണം എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. അത് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവാത്ത കുട്ടിയേക്കാൾ നമ്മൾ അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്. പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നിരുന്ന കുട്ടി അത് ചെയ്യാതെയാവുന്നു എന്നുള്ളതും ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. സോ ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കണം കേട്ടോ. ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരുന്നു. നോക്കൂ സിജു, പല കാരണങ്ങൾ കൊണ്ട് വായ്പുണ്ണ് വരാം. വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ കുറവ് കൊണ്ട് വരാം. പലപ്പോഴും ചില വൈറൽ അസുഖങ്ങൾ, അതായത് വൈറൽ ഫീവർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ, ഇതൊക്കെ കുട്ടികളിൽ വായ്പുണ്ണ് കാരണങ്ങളാണ്. അപ്പൊ അതെന്താണ് എന്ന് നോക്കിയിട്ട് ചികിത്സിക്കണം കേട്ടോ. സാധാരണ കുട്ടികൾക്ക് ഈ പരീക്ഷ സമയത്തൊക്കെ നമ്മൾ ഓവർ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ വായ്പുണ്ണ് വരുന്നത് കാണാറുണ്ട്. അത് സ്ട്രെസ് അൾസേഴ്സ് ആണ്. അപ്പോൾ വായ്പുണ്ണ് വരാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ജനറലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ നല്ലപോലെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് കേട്ടോ. ഫൈബ്രോമയാൾജിയ ക്യൂറബിൾ ആണോ? ആക്ച്വലി ഫൈബ്രോമയാൾജി ഈസ് നോട്ട് എ ഡിസീസ്. അതൊരു അസുഖം തന്നെയല്ല, അത് ക്യൂറബിൾ ആണ്. അത് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ചികിത്സിക്കാൻ കഴിയും കേട്ടോ. കൈകളിൽ ഇടയ്ക്കിടയ്ക്ക് തരിക്കുന്നു നിബിൻ, അത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, കൈകളിൽ നംനെസ്, ടിംഗ്ലിംഗ് ആൻഡ് നംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാരണങ്ങൾ കൊണ്ടുവരാം. മെയിൻ ആയിട്ട് അത് അങ്ങോട്ടുള്ള നാഡീഞരമ്പുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള മസിലുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള തരിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, ഇതൊന്നുമല്ല, ഈവൻ ഡയബറ്റിസ്, തൈറോയിഡ് അങ്ങനെയുള്ള അസുഖങ്ങളിലും നമ്മുടെ രക്തത്തിലുള്ള അസുഖങ്ങളിലും ഇത്തരത്തിൽ ടിംഗ്ലിംഗ് ആൻഡ് നംനെസ് കാണാറുണ്ട്. B12, വൈറ്റമിൻ B12 കുറഞ്ഞാൽ കാണാറുണ്ട്. അപ്പോൾ ഒരു ലക്ഷണം, ഇപ്പൊ തരിപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ്. ആ ലക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള ധാരാളം കോസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ കൊണ്ടുവരാം, തൈറോയ്ഡ് പ്രശ്നം കൊണ്ടുവരാം, B12 ഡെഫിഷ്യൻസി കൊണ്ടുവരാം, ചിലപ്പോൾ അങ്ങോട്ടുള്ള നാഡീഞരമ്പുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കി ചികിത്സിക്കുകയാണ് വേണ്ടത്. അതിനെന്താ വേണ്ടത്? ഡോക്ടറെ അടുത്ത് പോയിട്ട് വേണ്ടത്ര ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഷുഗർ ഉണ്ടോന്ന് അറിയാൻ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പ്രോസ്പാൻഡിലും നോക്കണ്ടേ? തൈറോയ്ഡ് ഉണ്ടോന്ന് അറിയാൻ തൈറോയ്ഡ് ചെക്ക് ചെയ്ത് നോക്കണം. B12 ഉണ്ടോന്ന് അറിയാൻ B12 നോക്കണം. അപ്പൊ ഇതൊക്കെ ഇതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ താങ്കളുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ സാധിക്കൂ കേട്ടോ.
കൈ നിവർത്തുമ്പോൾ ഒരു വിരൽ നിവരാൻ പ്രയാസം എന്ന് ജോസ് പറയുന്നുണ്ട്. ജോസ്, അത് അങ്ങോട്ടുള്ള പ്രശ്നം, അതായത് അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ഒരു ഓർത്തോ ഡോക്ടറാണ് കാണിക്കേണ്ടത് കേട്ടോ. അത് അങ്ങോട്ടുള്ള ലിഗമെന്റിന്റെയോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള എന്താ പറയുക നാഡി ഞരമ്പുകളുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ അതിന് ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം. അതൊരു ഓർത്തോ ഡോക്ടറാണ് കാണിക്കേണ്ടത് കേട്ടോ. ഫസ്ല ചോദിക്കുന്നു, ഉമ്മാക്ക് പിറ്റ്യൂട്ടറി ട്യൂമറാണ്, 2 സർജറികൾ കഴിഞ്ഞു. നോക്കൂ ഫസ്ല, എനിക്കത് കേൾക്കുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ചില ട്യൂമറുകൾ വീണ്ടും വീണ്ടും വളരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന സർജറിയൊക്കെ റിസ്കി സർജറിയാണ്. അപ്പോൾ അത് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് ഡോക്ടർമാരോട് തന്നെ ചോദിക്കുക. അതിന്റെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണവും ദോഷവും മനസ്സിലാക്കി, ഗുണം ദോഷത്തെക്കാൾ നല്ലതാണ്, അതായത് ഗുണമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക കേട്ടോ. അത് വളരെയധികം ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പിന്നെ പിറ്റ്യൂട്ടറിയുടെ ഒക്കെ സർജറി ഡെഫിനറ്റ്ലി അതൊക്കെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള സർജറികളാണ്, വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന സർജറികളാണ്. എങ്ങനെയൊക്കെ ചെയ്താലും റിസ്ക് ഉള്ള സർജറി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അത് വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം ആലോചിച്ചിട്ട്, അത് നിങ്ങളുടെ ഡോക്ടറോടാണ്, നാട്ടുകാരോടല്ല, നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോടാണ് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ടത് കേട്ടോ. കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം ധാരാളം പേർക്ക് അറ്റാക്ക് സംഭവിക്കുന്നു. കവിത, അങ്ങനെ യാതൊരു സയന്റിഫിക് സ്റ്റഡീസും ഇല്ല. ഇതൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ചില തെറ്റിദ്ധാരണകളാണ്. കോവിഡ് വാക്സിൻ എടുത്തത് കൊണ്ട് നമുക്ക് ആകെ ഒരൊറ്റ ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ലോകം ഇന്നും കോവിഡിൽ നിന്ന് ഒരുമാതിരി മുക്തമായി നമ്മളെല്ലാം ജീവനോടുകൂടി, ഞാനും കവിതയൊക്കെ ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കോവിഡ് വാക്സിൻ കൊണ്ടാണ്. കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം അറ്റാക്ക് കൂടുന്നു എന്നുള്ളത് ഒരു സയന്റിഫിക് സ്റ്റഡികളും എവിടെയുമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഭയം വേണ്ട. മാം, ചന്ദ്രൻ പറയും, ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, ബെഡ് സോർ കൂടുന്നു. ചന്ദ്രൻ, അറിയാലോ, നമ്മൾ ഭിന്നശേഷിക്കാരാകുമ്പോൾ നമ്മൾ ഏതൊരവസ്ഥയിലും ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിന് ബെഡ് സോർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ബെഡ് സോർ വരുന്നത്? പ്രഷർ കാരണമാണ്. അതായത് അവർ കൂടുതൽ സമയം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഭാഗത്ത് സ്കിന്നിനും അവിടുത്തെ മസിലിനും ഒക്കെ പ്രഷർ കൊണ്ട് തന്നെ അങ്ങോട്ട് വേണ്ടത്ര രക്തയോട്ടം ഉണ്ടാവാത്തതുകൊണ്ടാണ് ബെഡ് സോർ അഥവാ കിടക്കപ്പുണ്ണ് ഉണ്ടാവുന്നത്. അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഒരേ പൊസിഷനിൽ ഇരിക്കുകയോ കിടക്കാതിരിക്കുകയോ ചെയ്യുക, പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമ്മൾ കിടക്കുന്ന ഭാഗം, നമ്മൾ വാട്ടർ ബെഡൊക്കെ ഉപയോഗിക്കാറില്ലേ, എയർ ബെഡും വാട്ടർ ബെഡും ഒക്കെ, അതായത് അവിടെ പ്രഷർ വളരെ കുറയ്ക്കുന്ന രീതിയിലുള്ള ബെഡുകൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രഷർ സോർ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ കേട്ടോ. ഹൈലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർ ഒഴിവാക്കേണ്ട അങ്ങനെ ഒരു ഭക്ഷണമൊന്നുമില്ല ബാസിത്തെ. ഹൈലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണപദാർത്ഥങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം നല്ലപോലെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒരു 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും നല്ലപോലെ കഴിക്കണം കേട്ടോ. കുട്ടിയുടെ ലിപ്പ് ബ്ലൂ ആവുന്നു എന്ന് പറയുന്നു, 1.5 വയസ്സുള്ള കുട്ടിയുടെ. നോക്കൂ വിദ്യ, അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കാണിക്കണം. നിങ്ങളുടെ കുട്ടിയുടെ സാച്ചുറേഷൻ SpO2 സാച്ചുറേഷൻ ലെവല്, ഓക്സിജൻ ലെവല് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലപ്പോൾ സൈനോട്ടിക് സ്പെല്ല് അല്ലെങ്കിൽ ബ്രെത്ത് ഹോൾഡിംഗ് സ്പെല്ല്, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും വരാം, പ്രശ്നങ്ങളല്ലാത്ത കാരണങ്ങൾ കൊണ്ടും വരാം. പക്ഷേ പ്രശ്നമാണോ എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അതൊരു ഡോക്ടറെ കാണിച്ച് കുട്ടിക്ക് വേണ്ട ടെസ്റ്റുകൾ, എക്കോ അടക്കമുള്ള ടെസ്റ്റുകൾ എടുത്തു നോക്കണമെന്ന് ഞാൻ പറയും കേട്ടോ. നെയ്സൽ പോളിപ്പ് സർജറി കൂടാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് ഞാനല്ല പറയേണ്ടത്, ഒരു ENT ഡോക്ടറാണ്. പലപ്പോഴും നമ്മുടെ നെയ്സൽ സ്പ്രേകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കാറുണ്ട്. ചെറിയ ശതമാനം ആളുകൾക്ക് അത് അതിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും, നിങ്ങളുടെ സിംറ്റംസ് അനുസരിച്ചിരിക്കും. ചെറിയ പോളിപ്പൊക്കെ ആണെങ്കിൽ സർജറിയുടെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് മൂക്ക് കൂടെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പോളിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒബ്സ്ട്രക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് സർജറി വേണ്ടിവരും കേട്ടോ. അപ്പൊ അത് നിങ്ങളുടെ സിംറ്റത്തിനനുസരിച്ചിട്ടും അതിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടും ഒക്കെയാണ് അത് പറയേണ്ട ആളുകൾ. ഏതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയേണ്ടത് ENT ഡോക്ടർമാർ. ബൈപ്പാസ് സർജറി ചെയ്തുകൊണ്ട് നോക്കൂ വിജയൻ, ബൈപ്പാസ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമല്ലേ. നമുക്കൊരു ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞ ആള് ഭയങ്കര ആയാസമുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഒരു ഹായ് പറയാമോ? ഹായ് ശ്രീജിത്ത്, ഞാൻ കുറെ ഹായ് പറഞ്ഞല്ലോ. ഓക്കെ. ഷാജി ചോദിക്കുന്ന, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തൊണ്ടയിൽ എന്തോ, നോക്കൂ അത് റിഫ്ലക്സ് ഡിസീസ് ആവാനുള്ള സാധ്യത വളരെ, അതിന് ലംപ് ഇൻ ദ ത്രോട്ട് എന്ന് പറയാറുണ്ട്. അത് റിഫ്ലക്സ് ഡിസീസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടറെ കാണിക്കണം. വേണമെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വയറിൽ പ്രത്യേകിച്ച് മുഴകളോ കാര്യങ്ങളോ ഗ്രോത്തുകളോ ഒന്നും ഇല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതും, അതുപോലെ തന്നെ അത് റിഫ്ലക്സ് ആണോ എന്ന് കൺഫേം ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആണെങ്കിൽ അതിന് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് മാറിക്കിട്ടും.
ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഫോർ മൈഗ്രെയിൻ. പിന്നെ മൈഗ്രെയിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ മോളുടെ ഡോക്ടർ ആയിരുന്നു മാം വൈറ്റസിൽ. ജ്യോതിഷ്. ട്രൈഗ്ലിസറൈഡ് കൂടിയത് കൊണ്ട് ഇത് ആരുടെ കാര്യം ചോദിക്കുന്നത്? ജ്യോതിഷിന്റെ കാര്യമാണോ? ട്രൈഗ്ലിസറൈഡ് കൂടിയതുകൊണ്ട് അറ്റോർവാസ്റ്റാറ്റിൻ കഴിച്ചിരുന്നു. ഇത് മോളുടെ കാര്യമല്ലല്ലോ അല്ലെ, ജ്യോതിഷിന്റെ കാര്യമല്ലേ? യെസ്. ഞാൻ അതാ പറഞ്ഞത്, ചെക്ക് ചെയ്തപ്പോൾ നോർമൽ ആയി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം ജ്യോതിഷ്. പക്ഷെ മരുന്ന് കൊണ്ട് മാത്രം പോരാ, നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് ചേഞ്ച് ചെയ്യണം, അതുപോലെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ കൊളസ്ട്രോൾ കൂടി എന്നുള്ളത് മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം കുറയുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറ്റണം കേട്ടോ. പിന്നെ നോർമൽ ആയി എന്നുള്ളത് കൊണ്ട് മരുന്ന് നിർത്തണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത ഡോക്ടറോട് തന്നെ ചോദിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലരും പറയുന്നത് കേൾക്കാം, ഷുഗറിന്റെ മരുന്ന് കഴിക്കുമ്പോൾ ഇപ്പൊ ഷുഗർ നോർമലാണ്, മരുന്ന് നിർത്തട്ടെ. BP-യുടെ മരുന്ന് കഴിക്കുമ്പോൾ നോർമലാണ്, നിർത്തട്ടെ. അതുപോലെ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുമ്പോൾ എല്ലാം നോർമലാണ്. നോക്കൂ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, മരുന്ന് കഴിച്ചത് കൊണ്ടാണ് അത് നോർമലായി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇനിയും ഷൂട്ടപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ലേ. അപ്പൊ അതുകൊണ്ട് ഈ മരുന്നുകളൊന്നും ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡോക്ടർ, നിങ്ങളുടെ തുടങ്ങിയ ഡോക്ടറോട് ചോദിച്ച് മാത്രം നിർത്തുക, ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം നിർത്തരുത് കേട്ടോ. സോറിയാസിസ് പെർമനന്റ് ആയിട്ട് മാറാൻ മരുന്നുണ്ടോ? നോക്കൂ, സോറിയാസിസ് ഒരു ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ് ട്രീറ്റ് ചെയ്യാൻ. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും കേട്ടോ. ചെവിയുടെ ഉള്ളിൽ ചൊറിയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ചൊറിയാം. ഇൻഫെക്ഷൻ കൊണ്ട് ചൊറിയാം, വാക്സ് കൊണ്ട് ചൊറിയാം. അത് ചെവിയുടെ ഉള്ളിൽ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ നോക്കാൻ പറ്റൂ കേട്ടോ. കുട്ടികൾക്ക് മൾട്ടി വൈറ്റമിൻ ഡ്രോപ്പുകൾ എപ്പോഴാണ് കൊടുക്കേണ്ടത്? അങ്ങനെ കുട്ടികൾക്ക് മൾട്ടി വൈറ്റമിൻ ഡ്രോപ്പ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു ഡയറ്റ്, പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ്സിന്റെ കാര്യമില്ല കേട്ടോ. ലാക്റ്റിക് ആസിഡ് ഇൻക്രീസ് ഡയബറ്റീസോ? നോക്കൂ, ലാക്റ്റിക് ആസിഡ് ഒക്കെ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് വളരെ മൂർധന്യാവസ്ഥയിലാണെന്ന് അർത്ഥം. അപ്പൊ ഡയബറ്റീസിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ചികിത്സ കേട്ടോ. കുട്ടികൾക്ക് എന്നും വിറ്റമിൻ കോംപ്ലക്സ് കൊടുക്കണോ? ഒരാവശ്യമില്ല. ഞാൻ ഒരിക്കലും ഈ വൈറ്റമിൻ മരുന്നുകളുടെ ഒരു വലിയ പ്രചാരകയല്ല കേട്ടോ. എന്തിനും ഏതിനും മരുന്ന് എന്നുള്ളതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് നല്ലൊരു ഡയറ്റ് കൊടുക്കാനാണ്. ഇതെല്ലാം വൈറ്റമിനും മിനറലും ഒക്കെയുള്ള നല്ല ഡയറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വയറിൽ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നു, നോക്കൂ, ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടർ വയറ് നോക്കട്ടെ, ആവശ്യമെങ്കിൽ സ്കാൻ എടുത്ത് നോക്കട്ടെ. അത് വയറ് നോക്കാതെ എങ്ങനെ പറയാൻ പറ്റും? ഫ്രോസൺ ഷോൾഡർ ഡെഫിനറ്റ്ലി ഒരു ഓർത്തോ ഡോക്ടർ നോക്കി ട്രീറ്റ്മെന്റ്, വളരെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ്. മുടി വളരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. നോക്കൂ, മുടി എന്തുകൊണ്ട് കൊഴിയുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മുടി കൊഴിച്ചിൽ എല്ലാം മുടിയുടെ പ്രശ്നം കൊണ്ടാവണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മുടി കൊഴിച്ചിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ കൊണ്ട് മുടി കൊഴിയാം, ഷുഗർ പ്രശ്നങ്ങൾ കൊണ്ട് മുടി കൊഴിയാം, അതുപോലെ തന്നെ നമ്മുടെ ബയോട്ടിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ കുറഞ്ഞുകൊണ്ട് മുടി കൊഴിയാം, വൈറ്റമിൻ D കുറഞ്ഞാൽ മുടി കൊഴിയാം. അങ്ങനെ മുടി കൊഴിയാൻ 101 കാരണങ്ങളുണ്ട്. ഹീമോഗ്ലോബിൻ, അനീമിയ, വളർച്ച ഉണ്ടെങ്കിൽ മുടി കൊഴിയാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ കാരണം എന്ന് കണ്ടെത്തി അതിനെ ചികിത്സിക്കുക കേട്ടോ. ഇനി എന്താണ്, വൈറ്റമിൻ D കുറവ് കൊണ്ട് തലവേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഒമേഗ-3 കഴിക്കുന്നത് നല്ലതാണോ? ഞാൻ പറഞ്ഞല്ലോ, ഒമേഗ-3 ഉള്ള നല്ല ചെറു മത്സ്യങ്ങൾ, മത്തി പോലെയുള്ള മത്സ്യങ്ങളിലൊക്കെ ധാരാളം ഒമേഗ-3 ഉണ്ട്. അപ്പൊ അത് കഴിക്കൂ നന്നായിട്ട് കേട്ടോ. അനുമോൻ ഒറ്റപ്പാലം എന്തോ മറുപടി ചോദിച്ചു കിട്ടിയില്ല, ഒന്നുകൂടി ചോദിക്കൂ. ഞാൻ ചിലപ്പോൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവും, കുറേ ബാക്ക് ടു ബാക്ക് വരുമ്പോഴേ. വയർ എപ്പോഴും വീർത്ത് നിൽക്കുന്നു, എന്താണ്? നോക്കൂ, അതൊക്കെ ഈ വീർത്ത് നിൽക്കുന്ന വയറിൽ ഗ്യാസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് വയർ പരിശോധിച്ച് നോക്കിയാലേ മനസ്സിലാവൂ. ചിലപ്പോൾ സ്കാനിങ് എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. എന്തായാലും അത് കൊണ്ടേ ഒന്ന് കാണിക്കണം കേട്ടോ. വൈറ്റമിൻ D കുറവ് മാറാൻ എന്താണ് വൈറ്റമിൻ D കുറവ് മാറാൻ എന്താ ചെയ്യുക? വൈറ്റമിൻ D കുറവ് മാറാൻ വൈറ്റമിൻ D മരുന്ന് കഴിക്കണം. ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, 5 വയസ്സുള്ള മോൾക്ക്. നോക്കൂ, ആ പനിയുടെ കാരണം എന്താണെന്ന് നോക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സുള്ള കുട്ടികളിലെ ചെറിയ വൈറൽ പനികൾ വളരെ കോമൺ ആണ്. കുട്ടികളുടെ ആ പ്രായത്തിൽ വളരെ കോമൺ ആണ് വൈറൽ പനികൾ. ചിലപ്പോൾ മാസമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ്, അവർക്ക് വളരെയധികം ഇൻഫെക്ഷൻസ് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കൈകാൽ തരിപ്പിന്റെ ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ.
ഇൻഡ്യൂസെപ്ഷൻ കുട്ടികളിൽ വരാനുള്ള കാരണം സജ്ജന, അതിന് ധാരാളം കാരണങ്ങളുണ്ട്. കുട്ടികൾ അതിന്റെ എക്സാക്ട് റീസൺ ഒന്നും നമുക്ക് അറിയില്ല. പക്ഷെ കുട്ടികളിൽ ചില വൈറൽ പനികൾക്ക് ശേഷം ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, ചില വയറിളക്കങ്ങൾക്ക് ശേഷം, ചില വയറിളക്ക പനികൾക്ക് ശേഷം ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇൻഡ്യൂസെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു പീഡിയാട്രിക് സർജറി കാണിച്ച് ചില സന്ദർഭങ്ങളിൽ അതിന് സർജറി ആവശ്യമായിട്ട് വരും, ചില സന്ദർഭങ്ങളിൽ അതിന്റെ ആവശ്യം വരാറില്ല. കൈകാൽ തരിപ്പ് ഞാൻ ഓൾറെഡി മുഹമ്മദ് അലി പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കേൾക്കും. വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ നോക്കണം എന്നുള്ളത്. 7 വയസ്സുള്ള മോർക്ക് ഹെയർ ഗ്രോത്ത് കുറവാണ്, ലെങ്തി ഹെയർ ഇല്ല. എല്ലാവർക്കും ലെങ്തി ഹെയർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കുട്ടികൾക്ക് ഹെയർ ഗ്രോത്ത് കുറവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അത് പല കാരണങ്ങൾ കൊണ്ട്, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കൊണ്ടുവരാം, ചിലപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസ് കൊണ്ടുവരാം, അങ്ങനെ ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കുറവായത് കൊണ്ടുവരാം. അപ്പൊ അത് ബ്ലഡ് ഒന്ന് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. 15 വയസ്സിലാണോ 16 വയസ്സിലാണോ? നോർമലി നമ്മുടെ നാട്ടിൽ 10 വയസ്സ് കഴിഞ്ഞാൽ 15 വയസ്സിലാണ് അടുത്ത വാക്സിനേഷൻ കേട്ടോ. വേറെന്താണ്? ഇനി ഞാൻ ആരുടെങ്കിലും ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്, നമുക്ക് ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ ഒന്നുകൂടി ഒന്ന് ഇടുമോ? കാര്യം ബാക്ക് ടു ബാക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെ പറയാം. പിന്നെന്താണ്? ഇറച്ചി എണ്ണ ഐറ്റംസ് കഴിച്ചാൽ വയറിന്റെ പൊക്കിൾ ഭാഗത്ത് നോർമലി മുഹമ്മദെ അത് വയർ എരിച്ചിൽ കാരണം ഇറച്ചിയും എണ്ണ ഐറ്റംസ് കഴിക്കുമ്പോൾ നമുക്ക് റിഫ്ലക്സ് ഉണ്ടാവാനും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് പൊക്കിൾ ഭാഗത്തും അതുപോലെ തന്നെ അതിന്റെ മോൾ ഭാഗത്തുമായിട്ട് എരിച്ചിൽ പോലെയും പുകച്ചിൽ പോലെയൊക്കെ വേദന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് നോർമൽ രീതിയിൽ വയറെരിച്ചിൽ കൊണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാൽഷ്യം കൂടാൻ നമ്മൾ കാൽഷ്യം ഉള്ള ഭക്ഷണങ്ങൾ, റാഗി, പാല്, മുട്ടയൊക്കെ നന്നായിട്ട് കഴിക്കുക കേട്ടോ. വൈറ്റമിൻ ഡി കൂടാൻ വെയിൽ കൊണ്ടാൽ മതി. വെയിൽ കൊള്ളുന്നത് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ലപോലെ, ഫുള്ള് ഡ്രസ്സ് ഇട്ടിട്ട് കൊണ്ടിട്ട് കാര്യമില്ല, നല്ലപോലെ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ 20 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് ദിവസേന. മുടിക്ക് കറുപ്പ് നിറം നിലനിർത്താൻ, കറുപ്പ് നിറമൊക്കെ നമ്മുടെ മുടി കറുപ്പ് നിറവും അതുപോലെ നരയ്ക്കുന്നതൊക്കെ കുറെ ജനറ്റിക് ആണ്. അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെ വീട്ടിൽ ഏർലി ഗ്രേയിങ് ഓഫ് ഹെയർ, അതായത് നേരത്തെ നരയ്ക്കുന്ന പാരമ്പര്യമാണെങ്കിൽ നിങ്ങൾക്കും നേരത്തെ തന്നെ നിര വരും കേട്ടോ. അതാണ് 53 വയസ്സായി മുടി നരയ്ക്കാതിരിക്കണം. 53 വയസ്സായ മുടിയൊക്കെ കുറച്ച് നരച്ചോട്ടെ. എന്തിനാണ് ഈ നരയോടൊക്കെ ഇത്ര ഒരു 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 ഇതാ? എനിക്ക് നരയുണ്ട്, നോക്കിയേ, നിങ്ങൾ കാണുന്നില്ലേ എന്റെ നര? നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ മുടിയൊക്കെ നരയ്ക്കുന്നേ, അതിലത്ര വലിയ പ്രശ്നമൊന്നുമില്ല. തൈറോയ്ഡ് എത്ര മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം? അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കേട്ടോ. അത് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന പോലെയാണ്. അപ്പൊ കുട്ടികൾക്ക് തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്നത് വ്യത്യാസമാണ്, വലിയ ആളുകൾക്ക് ചെക്ക് ചെയ്യുന്നത് വ്യത്യാസമാണ്. അത് മാത്രമല്ല ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട്, ഇപ്പൊ നിങ്ങളുടെ തൈറോയ്ഡ് കൺട്രോൾഡ് ആണെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഗ്യാപ്പ് വ്യത്യാസമാണ്, അൺകൺട്രോൾഡ് ആണെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഗ്യാപ്പ് വ്യത്യാസമാണ്. അപ്പൊ ജനറൽ ആയിട്ട് എനിക്കത് പറയാൻ പറ്റില്ല. സോഡിയം കൂടാൻ എന്താണ് ചെയ്യേണ്ടത് പറയുന്നുണ്ട്. സോഡിയം കൂടാൻ നമ്മൾ സോഡിയമുള്ള ഭക്ഷണം കഴിക്കണം, ഉപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. പക്ഷേ എല്ലാവരും സോഡിയം കുറഞ്ഞ് എല്ലാവരും അതല്ല ചെയ്യേണ്ടത് കേട്ടോ. സോഡിയം കുറയാൻ ധാരാളം കാരണങ്ങളുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കണം. ക്രിയാറ്റിനിൻ ചിലപ്പോൾ 1.1.3 1.1 ഒക്കെ നോർമൽ ആണെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, 2 മീതെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 1.5 വരെയൊക്കെ ഓക്കെയാണ്. അജിത്ത് ഗുരുവായൂർ റിപ്ലൈ തന്നില്ല. ചോദ്യം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഇടൂ. ഡോക്ടർ, വട്ടത്തിൽ ഹെയർ കൊഴിഞ്ഞു പോകാനുള്ള കാരണം? രഞ്ജൻ, അതിനുള്ള കാരണം ആക്ച്വലി അലോപേഷ്യ ഏരിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ് വട്ടത്തിൽ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഹെർണിയ സർജറി ചെയ്യാതെ നിലനിർത്തിയാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഹെർണിയ സർജറി ചെയ്യാതെ നിലനിർത്തിയാൽ അതായത് ഹെർണിയയുടെ ഉള്ളിൽ ബവല് ഇങ്ങനെ കെട്ടുപണിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ അതൊരു സർജിക്കൽ എമർജൻസിയാണ്. അതുകൊണ്ട് ഹെർണിയ എപ്പോഴും സർജറി ചെയ്യുന്നതാണ് നല്ലത്. BP-യുടെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ ആജീവനാന്തം കഴിക്കണം. അത് ഷിയാസ് എല്ലാവർക്കും ഒരുപോലെയല്ല. നിങ്ങളുടെ BP എത്രയുണ്ട്, അത് എത്രത്തോളം കൺട്രോൾഡ് ആണ് എന്നൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങളുടെ വയസ്സനുസരിച്ചിരിക്കും, നിങ്ങളുടെ BP-യുടെ കാരണം അനുസരിച്ചിരിക്കും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് BP എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലൊക്കെ കൺട്രോൾഡായി കുറേ കാലം നിങ്ങളുടെ BP നോർമൽ ആണെങ്കിൽ നമുക്ക് നിർത്തി നോക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം ജനറലി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആരാണോ BP-യുടെ മരുന്ന് തുടങ്ങിയത് ആ ഡോക്ടർ പറയുന്ന പോലെ മാത്രം കേൾക്കുക കേട്ടോ. ഓക്കെ, മുജീബ് പറയുന്നത് 8 വയസ്സുള്ള കുട്ടിക്ക് ചിലപ്പോൾ ബ്ലഡ് മുറിഞ്ഞൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ബോധം പോവും, ബ്ലൂ കളറാവും. അത് ആക്ച്വലി നോർമലി ഒരു ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽ ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്നൊരു വാസോ വാഗൽ സിങ്കോപ്പ് എന്നൊക്കെ പറയും നമ്മൾ. അതായത് പെട്ടെന്ന് ചെറിയ പെയിനൊക്കെ വരുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തലചുറ്റി നീല കളർ ആവാറുണ്ട്. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷെ ഹീമോഗ്ലോബിൻ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. വൈറ്റമിൻ ഡി ഡ്രോപ്സ് എത്ര വയസ്സ് വരെ കൊടുക്കണം? 1 വയസ്സ് വരെ നിർബന്ധമായിട്ട് കൊടുക്കണം. അതാണ് അതിന്റെ ഗൈഡ് ലൈൻ. ജനിച്ച മുതൽ 1 വയസ്സ് വരെ വൈറ്റമിൻ ഡി ഡ്രോപ്സ് നിർബന്ധമായിട്ട് കൊടുക്കണം. അതിനുശേഷം കൊടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന പോലെ. അത്തിപ്പഴം കഴിക്കുന്നത് പ്രശ്നമാണോ? എന്താണ് പ്രശ്നം? അത്തിപ്പഴം കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ലല്ലോ.
പിന്നെ ഒന്നും ഒരു പരിധിക്ക് അപ്പുറം. ഇപ്പം നിങ്ങൾ ഇരുമ്പാമ്പുളി കഴിക്കുന്നത് കുഴപ്പമാണോ ചോദിച്ചാൽ ഞാൻ കുഴപ്പമില്ല പറയും. പക്ഷേ ഇരുമ്പാമ്പുളി ഒരു പരിധിക്ക് അപ്പുറം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും. അപ്പോൾ എല്ലാം ഒരു മിതമായി കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. 5 വയസ്സുള്ള മോനെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു. ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു രഞ്ജൻ, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് അധിക ശതമാനം കുട്ടികളും ചെറിയ വൈറൽ ഫീവർ ആവാനാണ് സാധ്യത. അത് വളരെ കോമൺ ആണ്. പക്ഷേ ഓരോ തവണയും നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു, ആന്റിബയോട്ടിക് ഒക്കെ എടുക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണിക്കണം. പിന്നെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് 99% പേടിക്കത്തക്ക ഉള്ള പ്രശ്നങ്ങളല്ല കേട്ടോ. ഓക്കെ, ഒരു 2 മിനിറ്റ് കൂടി. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 2 മിനിറ്റ്സ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ ലൈവായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ ഈ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യും. കാര്യം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതേ സംശയങ്ങളുള്ള ധാരാളം പേരുണ്ടാവും. അപ്പൊ അവർക്കും ഒരു ഉപകാരമാവും കേട്ടോ. നാവിൽ ചിലപ്പോൾ മധുരമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മധുരം തോന്നാറില്ല. നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്, അത് എഗ്യൂസിയ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യാത്തത് എഗ്യൂസിയ. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അത് ഡോക്ടറെ കാണിക്കേണ്ട ഒരു കാര്യമാണ്. മുഖവും കണ്ണും കൂടുതൽ ഡ്രൈ ആവുന്നു. അത് ചിലപ്പോൾ അലർജിയുടെ ഒരു ഭാഗമാവാനുള്ള സാധ്യതയുണ്ട്. അലർജിയുടെ കൂടെ തന്നെ ഉള്ളതാണ് ഡ്രൈ സ്കിൻ. അപ്പം അതുകൊണ്ട് ഡ്രൈ സ്കിന്നിനുള്ള ഞാൻ പറഞ്ഞ പോലെ നല്ലപോലെ വെള്ളം കുടിക്കുക, മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് കൂടുവാൻ അയൺ കണ്ടെയ്നിങ് ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ റാഗി, അതുപോലെ വാട്ടർമെലൺ, ഡേറ്റ്സ്, അങ്ങനെ നോൺ വെജ് ഐറ്റംസ്, ഇതിലൊക്കെ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചീര, മുരിങ്ങ, അതിലൊക്കെ. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കേട്ടോ. ഓടിക്കളിക്കുമ്പോൾ കുട്ടി വല്ലാതെ കിതയ്ക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണിക്കണം. 8 വയസ്സുള്ള കുട്ടി കളിക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ് കിതപ്പ് തോന്നുന്നു, ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഡോക്ടറെ കാണിച്ച് ആ കുട്ടിയുടെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യണം. ഹൃദയത്തിന്റെ പ്രവർത്തനം നോർമൽ അല്ലേ എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഒമേഗ-3 ടാബ്ലറ്റ് ഹെയർ ലോസിന് നോക്കൂ ബാബു, അത് കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ഹെയർ ലോസ് മാറില്ല. ഞാൻ ഹെയർ ലോസിന്റെ കാരണങ്ങൾ ഇതിനു മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് നിങ്ങളുടെ കാരണം മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്താലേ ഹെയർ ലോസ് മാറൂ കേട്ടോ. 4 വയസ്സുള്ള കുട്ടിക്ക് 11 കിലോയേ ഉള്ളൂ. രാഹുൽ, അതൊക്കെ വളരെ മോശം വെയിറ്റ് ആണ്. 1 കിലോ, 1.5 വയസ്സുള്ള കുട്ടിയുടെ വെയിറ്റ് ആണ് 11 കിലോ. മാക്സിമം 4 വയസ്സുള്ള കുട്ടിക്ക് 15-16 കിലോ ആവശ്യമുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഇമ്മ്യൂണോതെറാപ്പി നല്ലതാണോ റിൻസി? അലർജി വേറെ ഒരു മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി വളരെയധികം ഇഫക്റ്റീവായ ട്രീറ്റ്മെന്റ് ആണ്. ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ നല്ലതാണോ? എനിക്കറിയില്ല. ഞാനിങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റുകളും പ്രൊമോട്ട് ചെയ്യാറില്ല. നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന്. അതിന് നിങ്ങൾ ഇങ്ങനെയുള്ള കുറെ വില കൂടിയ പൊടികൾ വാങ്ങി കഴിക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. വേറെ എന്താണ്? വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ലാസ്റ്റ് 1 മിനിറ്റ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ലാസ്റ്റ് 1 മിനിറ്റ്. എനിക്കിത് 7:30 അവിടെ 9 മണിയായില്ല. എല്ലാവർക്കും ഉറങ്ങണ്ടേ? വൈറ്റ് കളർ സെക്രീഷൻ ഫ്രം അണ്ടർ ടങ് വൺസ് ഇൻ 3 to 6 months. വൈറ്റ് കളർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ നാക്കിന്റെ അടിയിൽ എന്തെങ്കിലും ലീഷൻസ്, അതായത് എന്തെങ്കിലും കുമിള പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലാതെ എന്തെങ്കിലും പൊട്ടിയിട്ട് പഴുപ്പ് വരുന്ന പോലെ വരുന്നതാണോ? അല്ലാതെ അങ്ങനെ ഒരു സെക്രീഷൻ വരേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഗ്രോത്ത് പോലെയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊരു ഡോക്ടറെ കാണിച്ച് നോക്കണം കേട്ടോ. കേരളത്തിൽ മികച്ച ENT ഡോക്ടർ ഹോസ്പിറ്റൽ അതെങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റും? കേരളത്തിൽ എത്ര ENT ഡോക്ടർമാരുണ്ട്, എത്ര നല്ല അടിപൊളി ഡോക്ടർമാരുണ്ട്. ഏറ്റവും നല്ലത് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നമുക്കൊരു പൊതുജനാഭിപ്രായം നമുക്ക് നോക്കാലോ. ഏറ്റവും നല്ലൊരു ഡോക്ടർ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ? ഇഷ്ടംപോലെ. ഇപ്പൊ കേരളത്തിലാണോ ഡോക്ടർമാർക്ക് പഞ്ഞം? എല്ലാ ഡോക്ടർമാരും എത്രയോ നല്ല മിടുക്കന്മാരായിട്ടുള്ള ഡോക്ടർമാരില്ലേ. കിഡ്സിന്റെ അണ്ടർ ഐ ഡാർക്ക്നെസ് നോക്കൂ. കുട്ടികളിൽ കാണുന്ന അണ്ടർ ഐ ഡാർക്ക്നെസ്സിനുള്ള പ്രധാനപ്പെട്ട കാരണം അലർജിയാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രോപ്പറായിട്ട് അലർജി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ട ഏറ്റവും നല്ലത്. അതായത് നമുക്ക് ഈ കണ്ണിന് ചുറ്റും അവർക്ക് ബ്ലാക്ക് കളർ കാണുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മൂക്കിന് ഇവിടെ ഒരു വെട്ട് പോലെ ബ്ലാക്ക് കളർ കാണുക, അതൊക്കെ കുട്ടികളിൽ കാണുന്ന അലർജിയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ആ കുട്ടിക്ക് അലർജി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അലർജി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന സിംറ്റംസ് എല്ലാം മാറിക്കിട്ടും കേട്ടോ. വൈറ്റമിൻ ഡി ഇഷ്യൂസ് ഫോർ 18-year-old ഗേൾ, മൂഡ് നോട്ട് സ്റ്റേബിൾ. നോക്കൂ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ മൂഡ് വേരിയേഷൻ ഉണ്ടാവാം. പക്ഷെ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാണെന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. കുട്ടിക്ക് അങ്ങനെ മൂഡ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് വൈറ്റമിൻ ഡി കൊണ്ടാണ്, വൈറ്റമിൻ ഡി കൊണ്ടും വരാം, പക്ഷെ അതുകൊണ്ട് മാത്രമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത് കേട്ടോ.
അലർജിയുടെ പ്രശ്നത്തിന് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അലർജിയുടെ ഡോക്ടർമാരെ കാണിക്കുക. അതൊരു ഫിസിഷ്യൻ ആയിരിക്കാം. കുട്ടികളാണെങ്കിൽ പീഡിയാട്രിഷ്യനെ തന്നെയാണ് കാണിക്കേണ്ടത്. ഇനി വലിയ ആളുകളാണെങ്കിൽ ഒരു പൾമണോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയോ കാണിക്കുക. അലർജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ധാരാളം പൾമണോളജിസ്റ്റുകളുണ്ട്. പിന്നെ അലർജി എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതല്ല അലർജി. അതിന് കുറച്ച് കാലത്തെ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. ആ ലോങ് ടേം ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു മനസ്സും ക്ഷമയുമാണ് നമുക്ക് ആവശ്യം. യെസ്, അപ്പോൾ ഒരുമാതിരിപ്പെട്ട സംശയങ്ങളൊക്കെ ഞാൻ ദൂരീകരിച്ചു എന്ന് വിചാരിക്കുന്നു. എനിക്ക് എൻ്റെ അറിവിനനുസരിച്ചിട്ട് ഡിസ്റ്റോണിയ മാറ്റാൻ കഴിയുമോ? അനിത, ഡിസ്റ്റോണിയ എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ഡിസോർഡർ ആണ്. അതൊരു എന്താ പറയുക, നമ്മളൊരു മൂവ്മെന്റ് നമ്മൾ എക്സ്ട്രാ പെരിമൽ സിംറ്റം എന്നൊക്കെ പറയും ഡിസ്റ്റോണിയ. അതിന് ഡെഫിനറ്റ്ലി ഒരു കാരണം ഉണ്ടായിരിക്കും. ഓക്കെ, ആ കാരണം പലപ്പോഴും അത് കാരണമില്ലാത്ത ഡിസ്റ്റോണിയകളെ എല്ലാ കാരണങ്ങളും നോക്കി ഇതൊന്നുമല്ല എന്ന് റൂൾ ഔട്ട് ചെയ്തിട്ടാണ് ആ ഡിസ്റ്റോണിയ അങ്ങനെയുള്ള ഡിസ്റ്റോണിയ ആണ് എന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഡിസ്റ്റോണിയ ഉണ്ടെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് ന്യൂറോളജിസ്റ്റ് പറയുന്ന ട്രീറ്റ്മെന്റിലൂടെ മുന്നോട്ട് പോവുക കേട്ടോ. കഴുത്തിന് ചുറ്റും ബ്ലാക്ക് കളർ വരുന്നത് നോർമലി അതിനെ പറയുക അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ്. കഴുത്തിന് ചുറ്റും സ്കിന്ന് തടിച്ച് ബ്ലാക്ക് കളറിൽ വരുന്നത് നോർമലി നമുക്ക് തടി കൂടുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് അത് വരുന്നത്. അപ്പോൾ പലപ്പോഴും വെയിറ്റ് റിഡക്ഷനും അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം കേട്ടോ. ഫേസിൽ പിമ്പിൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഷാജിയാണ് ചോദിച്ചിരിക്കുന്നത്. അഡോളസന്റ് ഏജ് ഗ്രൂപ്പിൽ പിമ്പിൾ വരുന്നത് ആ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കൂ കേട്ടോ. ഓക്കെ, റിൻസി പറയുന്നത് കുട്ടി കോർട്ടിസോൺ, മേ ബി അതുകൊണ്ടായിരിക്കും റിൻസി. കോർട്ടിസോൺ എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് ആണ്. അപ്പോൾ അതെടുത്താലും ഇതേപോലെ വരാം. പക്ഷെ കോർട്ടിസോൺ എടുക്കാൻ എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ കോർട്ടിസോൺ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ആ മരുന്നിൽ മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. അത് കാരണം ഇത് ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവാം. യെസ്, ദാറ്റ്സ് ട്രൂ. കുട്ടി ആഹാരത്തോട് വെറുപ്പ് കാണിക്കുന്നു. ഇതെല്ലാ കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. പലപ്പോഴും നിങ്ങൾ കുട്ടിയെ ആഹാരം അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അവർക്ക് അതിനോടൊരു വെറുപ്പ് വരിക. കുട്ടികളെ ഭക്ഷണം ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയം ഒരു 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 യുദ്ധ സമാനമായിട്ടുള്ള സമയമാക്കരുത്. അത് അവർക്കൊരു എന്താ പറയുക എൻജോയബിൾ ആയിട്ടുള്ള ഒരു സമയമാക്കി മാറ്റിയാൽ മാത്രമേ കുട്ടികൾക്ക് ഭക്ഷണത്തോടുള്ള ഒരു അവേർഷൻ മാറ്റാൻ നമുക്ക് സാധിക്കൂ. സോറിയാസിന് മരുന്നുണ്ടോ? ഡെഫിനറ്റ്ലി മരുന്നുണ്ട്. ധാരാളം ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് സോറിയാസിന്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണ്. ക്ഷമ വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 7:30 മണി കഴിഞ്ഞു. ഏകദേശം നമ്മളൊരു 40 മിനിറ്റോളം നമ്മുടെ സെഷൻ കൊണ്ടുപോയി. അപ്പോൾ ഇപ്പം എന്നെ കേട്ട എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. നിങ്ങളുടെ പരമാവധി കാര്യങ്ങളൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സെഷൻസുമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ബൈ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ആരോഗ്യമായിരിക്കൂ. ബൈ, ടേക്ക് കെയർ.